ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുനിത മിസ്റ്റർ ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒറാക്കിൾ റീഡിങ് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് ഇന്ന് റീഡിംഗ് ആണ്. ഏഞ്ചൽസ് പ്ലീസ് ഹെൽപ്പ് മീ, ഏഞ്ചൽസ് പ്ലീസ് ഹെൽപ്പ് മീ, ഏഞ്ചൽസ് പ്ലീസ് ഹെൽപ്പ് മീ. ഇപ്പോൾ കാർഡ് കിട്ടിയ നോക്കാം എന്താണ് മെസ്സേജ് നോക്കാം. അത് നല്ലൊരു സ്ട്രോങ് മെസ്സേജ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിലൊന്നും വായിക്കുന്നില്ല, അർത്ഥത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ പല സന്ദർഭങ്ങളിലും കുറ്റബോധം കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവരെ വേദനിപ്പിക്കരുത് എന്ന ഉദ്ദേശത്തോടെയാണ് പല തീരുമാനങ്ങളും എടുക്കാറുള്ളത്. പക്ഷേ ഈ കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ അസത്യത്തിൻ്റെ മാർഗം തിരഞ്ഞെടുക്കുന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഹൃദയത്തോട് ചോദിച്ച് തീരുമാനമെടുക്കാനാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം നീറാതെ നിങ്ങളുടെ ആത്മാവിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കുക. പലപ്പോഴും നിങ്ങളുടെ ഉള്ളിലെ ഗിൽറ്റ് ആണ് നെഗറ്റീവായിട്ട് തീരുമാനമെടുപ്പിക്കുന്നത്. ഗിൽറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നൊരു കുറ്റബോധം നിങ്ങളിൽ വരും. അപ്പോൾ നിങ്ങൾ ഒരു നെഗറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറ്റബോധം വരും. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ആത്മാവിൻ്റെ ശബ്ദം കേട്ടാൽ നിങ്ങൾ എടുക്കുന്ന വഴി ശരിയായി തീരുമെന്നാണ് പറയുന്നത്. നിങ്ങൾ സത്യസന്ധനാകുമ്പോഴാണ് നിങ്ങളുടെ സ്നേഹവും സ്നേഹബന്ധങ്ങളും വിശ്വാസവും ജീവിതത്തിൻ്റെ എല്ലാ വഴികളും സമാധാനം സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങളോട് റീഡിംഗ് അനുസരിച്ച് യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ വിട്ട് കളയുക, നിങ്ങളുടെ ഹൃദയം പറയുന്ന വഴി തിരഞ്ഞെടുക്കുക. ആ വഴി തന്നെയാണ് ഏഞ്ചൽസിന് നിങ്ങൾക്ക് കാട്ടിത്തരാനുള്ളത്. അപ്പോൾ ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും താങ്ക് യു. യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.